കോട്ടയം നഴ്സിംഗ് കോളേജിൽ നടന്നത് അതിക്രൂരമായ റാഗിംഗ് എന്ന് കുറ്റപത്രം. കേസിൽ ഇന്ന് കുറ്റപത്രം സമർപ്പിക്കും. അധ്യാപകർക്കോ ഹോസ്റ്റൽ വാർഡനോ റാഗിങ്ങിൽ പങ്കില്ലെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ഇരകളായ 6 വിദ്യാർത്ഥികളാണ് കേസിലെ പ്രധാന സാക്ഷികൾ. 40ഓളം സാക്ഷികളും 32 രേഖകളും കേസിൽ തെളിവായി ലഭിച്ചിട്ടുണ്ട്. അഞ്ജന അനിൽകുമാർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ. അഞ്ജന, ഗുഡ് മോർണിംഗ്. അഞ്ജന, കുറ്റപത്രമായി കഴിഞ്ഞു. അതിൽ വാർഡനും പ്രിൻസിപ്പലിനും ഒന്നും പങ്കില്ല എന്ന് തന്നെയാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. എന്തൊക്കെയാണ് കുറ്റപത്രത്തിലെ വിശദ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. നമ്മളെ ഏറെ ഞെട്ടിച്ച സംഭവമാണ് കോട്ടയം ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിലെ റാഗിംഗ്. ഈ കേസിലെ കുറ്റപത്രം ഇന്ന് ഉച്ചയോടുകൂടി ഏറ്റുമാനൂർ കോടതിയിൽ സമർപ്പിക്കും. അതിവേഗമാണ് കുറ്റപത്രം തയ്യാറാക്കിയത്. ഇന്നിപ്പോൾ 45 ദിവസമാകുന്നു. 45 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം തയ്യാറാക്കിയിട്ടുണ്ട്. പഴുതടച്ച രീതിയിലാണ് ഇപ്പോൾ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. 40ഓളം സാക്ഷികളും 32 രേഖകളുമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ഈ സംഭവത്തിൽ എടുത്തു പറയേണ്ടത്, ഈ കോളേജുമായി ബന്ധപ്പെട്ടും കോളേജ് അധികൃതർക്ക് ഏതെങ്കിലും രീതിയിലുള്ള പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷണം ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിലെ അന്വേഷണവും അത് കേന്ദ്രീകരിച്ചായിരുന്നു. പക്ഷേ ഇപ്പോൾ നടത്തിയിരിക്കുന്ന അന്വേഷണത്തിൽ വാർഡനോ കോളേജ് അധികൃതർക്കോ പങ്കില്ല എന്നാണ് വ്യക്തമായിരിക്കുന്നത്. അതിനാൽ തന്നെ അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഒന്നും തന്നെ കുറ്റപത്രത്തിലില്ല. ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട സംഭവം എന്തെന്ന് വെച്ചാൽ, ഈ കേസ് കേൾക്കുമ്പോൾ മുതൽ നമ്മൾ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാചകം, ആ വാചകം തന്നെയാണ് ഈ കുറ്റപത്രത്തിലെയും പ്രധാന ഹൈലൈറ്റ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. സമൂഹത്തിൽ മാതൃകയാകേണ്ടവർ അങ്ങനെയുള്ളവരുടെ ഭാഗത്തു നിന്നുമാണ് ഇങ്ങനെ ഒരു ഗുരുതരമായ കുറ്റകൃത്യം ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു വാചകം തന്നെയാണ് ഈ കുറ്റപത്രത്തിലും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഉച്ചയോടുകൂടി സമർപ്പിക്കുന്ന ഈ കുറ്റപത്രത്തിൽ എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ തന്നെ വാദങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. പ്രധാനമായും പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, 11-ാം തീയതിയാണ് ഈ 5 പ്രതികളെയും കസ്റ്റഡിയിലെടുക്കുന്നത്. അതിനുശേഷം പിറ്റേ ദിവസം ഇവർ അറസ്റ്റിലാകുന്നു, റിമാൻഡിലാകുന്നു. അന്നു മുതൽ ഇന്ന് വരെ ഇവർ റിമാൻഡിലാണ്. ഒരു ഘട്ടത്തിലും ഇവർക്ക് ജാമ്യം ലഭിച്ചിരുന്നില്ല. ആദ്യം ഏറ്റുമാനൂർ കോടതിയും പിന്നീട് കോട്ടയം ജില്ലാ കോടതിയും ഹൈക്കോടതിയും സമീപിച്ചു. എല്ലായിടത്തും ഈ 5 പ്രതികളുടെയും ജാമ്യം തള്ളുകയായിരുന്നു. അതിനാൽ തന്നെ ഈ സംഭവം ഒരു മാതൃകയാകണമെന്ന ലക്ഷ്യം ഉണ്ട്. ഈ നഴ്സിംഗ് വിദ്യാർത്ഥികൾ ഇത് ചെയ്തു എന്നുള്ളത് സംഭവത്തിന്റെ ഗൗരവം അത്രയേറെ വർദ്ധിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ 5 പ്രതികൾക്കും ജാമ്യം ലഭിക്കാതെ ഇപ്പോഴും റിമാൻഡിൽ കഴിയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന തെളിവുകൾ, അത് ഈ വീഡിയോ ചിത്രീകരിച്ച മൊബൈലാണ്. ഈ മൊബൈൽ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇത് കൂടാതെ ഡിജിറ്റൽ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിന്റെ ഫലങ്ങൾ ഉടൻ ലഭിക്കും. ഇതെല്ലാം തന്നെയാണ് പ്രധാനപ്പെട്ട തെളിവുകൾ. അതുകൂടാതെ ഈ ക്രൂര റാഗിങ്ങിന് ഉപയോഗിച്ച ആയുധങ്ങൾ, കോമ്പസ്, ഡംബൽ തുടങ്ങിയവയെല്ലാം തന്നെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അതിനാൽ തന്നെ അതിവേഗമാണ് ഈ ഗാന്ധിനഗർ പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ അന്വേഷണം പൂർത്തിയാക്കിയത്. ഗാന്ധിനഗർ CIT ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്നിപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. താങ്ക് യു. അഞ്ജന അനിൽകുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയം റാഗിംഗ് കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ്. എല്ലാം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അധ്യാപകർക്ക് ഇതിൽ പങ്കില്ല, വാർഡനും അതിൽ പങ്കില്ല എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്.